അൻവർ രണ്ട് ഭാഗത്തും വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. അൻവറിന് എന്തുകൊണ്ടോ ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങ് ദഹിക്കാത്ത ഒരവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ആദ്യം ഒന്ന് ശാന്തമായി UDFൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എന്താണെങ്കിലും ഷൗക്കത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നെങ്കിൽ 10-25,000 വോട്ട് UDF ജയിക്കും. ഈ തൃണമൂലിനെ അങ്ങനെ അങ്ങ് നമ്പാൻ പറ്റില്ല. പ്രത്യേകിച്ച് മമത എപ്പോഴാണ് സ്റ്റാൻഡ് മാറുക എന്നറിയില്ല. വെൽഫെയർ പാർട്ടി മുമ്പ് ഇവരുടെ കൂടെയായിരുന്നു, അന്ന് ഇവർക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പരാതി ശശി തരൂരും ഉന്നയിച്ചിരുന്നു. അല്ല, ഞാൻ അതാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിലൊക്കെ അദ്ദേഹം ചെയ്ത തീരുമാനം ശരിയല്ല എന്നാണ് എൻ്റെ പറയുന്നത്. പക്ഷേ അതിന് പരിഹാരമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന് പാർട്ടി വിടണമെന്ന് ഇപ്പോഴും ഇല്ല. റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ മുൻ KPCC അധ്യക്ഷൻ K മുരളീധരനാണ്. നമസ്കാരം. നമസ്കാരം. എനിക്കിപ്പോ റോഷിപാൽ, നമ്മളെ UDFന്റെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ശരിക്കും ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ PV അൻവറൊക്കെ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നു. NDA അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം വരുന്നു. മത്സരം ഒരു ടൈറ്റായി മാറിയോ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം? UDFനെ സംബന്ധിച്ച് ഞങ്ങളാണ് ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്, ഞങ്ങളാണ് പ്രവർത്തനം തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷൻ കേരളത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയും അങ്ങനെ ഒരു ഈസി വാക്ക് ഓവറായിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ച തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടൊക്കെ മത്സരം ഒരു ടൈറ്റിൻ്റെ പ്രതീതിയായിരുന്നു. പക്ഷേ റിസൾട്ട് വരുമ്പോൾ UDFന് നല്ല മുൻതൂക്കം ഉണ്ടാവും. പിന്നെ നിലമ്പൂരിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കിയാൽ അങ്ങനെ 1-2 സന്ദർഭങ്ങളിലൊഴികെ ഒരു വലിയൊരു ഭൂരിപക്ഷം ഉണ്ടായിട്ടില്ല. ശിവൻ ആര്യാടൻ മുഹമ്മദോടെ ജയിച്ച കാലത്ത് തന്നെ 2001 അദ്ദേഹത്തിന് 10-ൽ കൂടുതൽ, 2001 987. പിന്നെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും 5000-6000. മാത്രമല്ല ഇപ്പോൾ പഴയ നിലമ്പൂരല്ല ഈ നിലമ്പൂർ. അതായത് UDFന് ഏറ്റവും ശക്തി ഉണ്ടായിരുന്ന കാളികാവ് ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ വണ്ടൂരിൽ പോയി. ഇപ്പോഴത്തെ നിലമ്പൂരെന്ന് പറഞ്ഞാൽ പഴയ നിലമ്പൂരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സമാസമം നിൽക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. എന്നാലും ചെറിയൊരു എഡ്ജ് UDFനുണ്ട്. അതാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 തവണ UDFൽ ഉണ്ടായ തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും കാരണം ആ എഡ്ജ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തവണ ബൈ ഇലക്ഷനാണ്, എല്ലാ ലീഡേഴ്സും സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ എഡ്ജ് കുറച്ചുകൂടെ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ച ഭരണവിരുദ്ധ വികാരമായിരിക്കുമല്ലോ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഭരണവിരുദ്ധ വികാരം സ്പ്ലിറ്റ് ആയി പോവാനുള്ള ഒരു കാരണം PV അൻവർ NDA സ്ഥാനാർത്ഥികൾ അല്ല. അതിൽ അൻവർ രണ്ട് ഭാഗത്തും വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. UDF പോലെ തന്നെ LDFൽ നിന്ന് വോട്ട് പിടിക്കും. കാരണം അദ്ദേഹത്തിന് 9 വർഷത്തെ LDF MLA ആ ബന്ധമുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ നിശബ്ദ വോട്ടുകളായിട്ട് അദ്ദേഹത്തിന് കിട്ടും. അതുകൊണ്ട് UDFൽ നിന്ന് അങ്ങനെ ഒരു കൊഴിഞ്ഞു പോക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഞങ്ങളിലേക്ക് ഊന്നിക്കൊണ്ടുള്ള പ്രചരണമാണ് ഞങ്ങൾ നടത്തുന്നത്. അതായത് അൻവർ തന്നെ പറഞ്ഞിട്ടുള്ള പിണറായിസം അത് ഇല്ലാതാക്കണമെങ്കിൽ UDF ജയിക്കണം. കാരണം അൻവറിന് ജയിക്കാൻ കഴിയില്ല. അപ്പോൾ UDFനെ കൊണ്ടേ അത് കഴിയുള്ളൂ. അത് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ പിണറായി സർക്കാരിനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചാണ് PV അൻവർ അവിടെ നിന്ന് പടിയിറങ്ങി ഇവിടെ തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കിയത്. അൻവർ വീണ്ടും പിണറായി സർക്കാരിനെതിരെ പോരാട്ടം എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥിയാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും UDF പറയുന്ന അതേ വിഷയങ്ങൾ തന്നെ അൻവർ രൂക്ഷമായി തന്നെ അവതരിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ അത് വിഘടിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ ഇല്ല. കാരണം ആളുകൾക്ക് ഇതൊക്കെ ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനവർ തിരഞ്ഞെടുക്കുന്ന മാർഗം ജനങ്ങൾ തിരഞ്ഞെടുക്കുക, UDFന് വോട്ട് ചെയ്താലേ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അൻവറിന് കുറേ വോട്ട് UDFൻ്റെ വോട്ട് കിട്ടിയാൽ LDF ആണല്ലോ ജയിക്കുക. അത് ജനത്തിനറിയാം. അതുകൊണ്ട് തന്നെ അവരങ്ങനെ സ്റ്റാൻഡ് എടുക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ നേരത്തെ UDFനൊപ്പം നിൽക്കുന്ന ഘട്ടത്തിലും രാജിവെച്ച ഘട്ടത്തിലൊക്കെ അൻവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിണറായിസത്തെ കുറിച്ച് മാത്രമായിരുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്ന ഒരു മുക്കാൽ പിണറായിയാണ് VD സതീശൻ. സതീശനിസം എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. പിണറായിക്ക് പകരം സതീശൻ വന്നുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത്. അല്ല, അത് ഒരു ശരിയായിട്ടുള്ള നിലപാടല്ല. കാരണം ഇപ്പോൾ അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്. പക്ഷേ അതൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായി. അപ്പോൾ എലക്ഷൻ നടക്കില്ല എന്നൊരു ഫീലിംഗ് വന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നല്ല മഴയാണ്. ഈ എലക്ഷൻ്റെ തുടക്കം തൊട്ട് മഴയാണ്. സാധാരണ കേരളത്തിൽ ഒരു കാലത്തും ജൂൺ ജൂലൈ മാസങ്ങളിൽ എലക്ഷൻ നടത്താറില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ട് എലക്ഷൻ നടക്കില്ല. ഏതായാലും തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ അത്ര തിരക്കിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്
ഞങ്ങൾ തിരക്കിട്ട് പ്രഖ്യാപിക്കാൻ. പക്ഷെ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അതല്ല. അൻവറിന് എന്തുകൊണ്ടോ ആര്യാടൻ ഷൗക്കത്തിനെ അങ്ങ് ദഹിക്കാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ഷൗക്കത്ത് 2016 മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. 21 മത്സരിച്ച പ്രകാശ് ജീവിച്ചിരിപ്പില്ല. നല്ലത് ഷൗക്കത്താണ് എന്നുള്ളൊരു ചർച്ച ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഇടയിലുണ്ടായി. അങ്ങനെയാണ് എല്ലാവരെയും കൺകറൻസോട് കൂടിയാണ് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവും. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഒരിക്കലും പാളിയിട്ടില്ല. അപ്പോൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ തീരുമാനം. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം പാളിയില്ലെങ്കിലും UDF-ന്റെ അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അത് കുറച്ച് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനം എടുത്തു എന്നുള്ള ഒരു അൻവറിനെ അറിയിച്ചിരുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല. ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയാവാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് ഇലക്ഷൻ പ്രഖ്യാപിച്ചോണ്ട് ഈ അനൗൺസ്മെൻറ്റ് നടത്തുമായിരുന്നു. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഷൗക്കത്തിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അന്ന് മുതൽ അൻവർ അതിനെതിരായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങി. അതാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ UDF-ന്റെ ഒരു അസോസിയേറ്റ് അംഗമായി അതാണ് ഞങ്ങൾ അറിയിച്ചല്ലോ. ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന്റെ താമസമല്ലേ ഉണ്ടായിരുന്നു. ഈ അൻവറിന്റെ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ നേതൃത്വത്തിന് എന്തെങ്കിലും പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട്? അല്ല, ഞങ്ങൾ നിർദ്ദേശം നേരത്തെ കൊടുത്തിരുന്ന അൻവറെ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനോട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഇഷ്യൂ ഉണ്ടാവാനുള്ള മുഖ്യ കാരണം. അതല്ലാതെ മറ്റു വിഷയങ്ങളൊന്നുമല്ല. ഈ മണ്ഡലത്തിൽ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇവിടെ മറ്റു പല വിഷയങ്ങളും ചർച്ചയാകുമ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ സംബന്ധിച്ചാണ്. അത് ഇടതുപക്ഷം ആയുധമാക്കുകയും ചെയ്തു. വർഗീയ പാർട്ടികളുടെ ഒരു കൂടാരമായി UDF മാറുന്നു എന്ന വിമർശനമാണ്. അത് എല്ലാ കാലത്തും UDF-നെ കുറിച്ച് അങ്ങനെയാണല്ലോ ഇവർ പറയാറുള്ളത്. ഇപ്പോഴാണല്ലോ വെൽഫെയർ പാർട്ടിയുടെ ഇഷ്യൂ ഉണ്ടായത്. മുൻകാലങ്ങളിലും പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പോൾ 2011 അന്ന് പറഞ്ഞത് കുഞ്ഞുകുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാപ്പ, അതിൽ വേറെ ധ്വനിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും അവർക്ക് ഓരോ കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ വെൽഫെയർ പാർട്ടി മുമ്പ് ഇവരുടെ കൂടെയായിരുന്നു, അന്ന് ഇവർക്കൊരു പരാതി ഉണ്ടായിരുന്നില്ല. 2019 മുതൽ അവർ UDF-ന്റെ കൂടെ നിൽക്കുന്നു, അപ്പോഴാണ് പരാതി. മാത്രമല്ല 2019 ഇങ്ങനത്തെ ഒരു പ്രചരണം CPM നടത്തിയിട്ടില്ല. അന്ന് UDF-ന് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അന്നൊന്നും ഒരു എതിർശബ്ദം പുറപ്പെടുവിക്കാതിരുന്ന CPM ആണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക പിന്തുണ വന്നപ്പോൾ ഈ ബഹളം ഉണ്ടാക്കി. ഈ ചർച്ച ഇങ്ങനെ വഴിമാറുന്നത് UDF-ന് ദോഷകരമാകില്ലേ? അതായത് സർക്കാർ വിരുദ്ധത പറയുന്നതിൽ നിന്ന് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനാണ് ഇവരിത് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയുന്നത്. ഇത് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള തന്ത്രമാണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം അതാണ്. എങ്കിൽ കൂടി ഈ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട്, അത് പ്രത്യേകിച്ച് ലീഗിന് ജമാഅത്തെ ഇസ്ലാമിയോട് ആശയപരമായി യോജിക്കാനേ സാധിക്കില്ല. ഇന്നിപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾക്ക് ആശയപരമായി വിയോജിപ്പുണ്ട്. പക്ഷെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് അവർക്ക് പഴയ നിലപാടൊന്നുമില്ല, അവർ മതരാഷ്ട്രവാദമൊക്കെ വിട്ടു. അങ്ങനെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല. അല്ല, 2019 അവർ പറഞ്ഞ കാരണം അതാണ്. ഇന്നലെ വരെ ഞങ്ങൾ പിന്തുടർന്ന മാർഗങ്ങളിലൂടെ ഇനി മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം രാജ്യത്തിൻ്റെ അവസ്ഥ മാറി, രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വന്നു. അപ്പം അതിനെ പുറത്ത് ആക്കണമെങ്കിൽ അത് കോൺഗ്രസിനെ കൊണ്ടേ കഴിയൂ, അല്ല LDF-ന് വോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ന് കേരളത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു. അതല്ലാതെ അതിനപ്പുറം ഇപ്പം പറയുന്ന ഒരു ചർച്ചയും ഇപ്പോൾ നേരത്തെ പത്രസമ്മേളനത്തിൽ ചോദിച്ചാൽ അസോസിയേറ്റ് അംഗം അങ്ങനെ ഒരു ചർച്ചയും നടന്നില്ല. അല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവരുടെ വോട്ട് സ്വീകരിക്കുന്നു. സാധാരണഗതിയിൽ വോട്ട് സ്വീകരിക്കുമ്പോൾ പറയാറുള്ളത് തെരഞ്ഞെടുപ്പിൽ ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാറില്ല. അത് ഇവിടെയും അവിടെ സ്വാഭാവികമായി അങ്ങനെ പറയാവുന്നതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. VD സതീശൻ പറഞ്ഞു അവർ നന്നായി, ഞങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നു. അങ്ങനെ ഓപ്പണായി ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒരു പ്രസ്ഥാനത്തിന്റെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് തെക്കൻ ജില്ലയിലൊക്കെ അവരെ പഴയ നിലപാട് മാറ്റി എന്നുള്ളതായിരിക്കും അത് ഉദ്ദേശിക്കുക. ഞാനിപ്പോൾ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. പഴയ 2019 വരെയുള്ള നിലപാടിൽ നിന്നും അവർ മാറിയതുകൊണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നല്ല, അവരുടെ തന്ത്രങ്ങൾ മാറ്റി. ഇവിടെ നമ്മൾ നോക്കുന്ന വെൽഫെയർ പാർട്ടിയാണ്. ഒരു വ്യത്യാസമുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയിലെല്ലാം അറിയാലോ മറ്റേ മുസ്ലിം കമ്മിറ്റിയുള്ളവർ മാത്രമേ കാണൂ. പക്ഷേ വെൽഫെയർ പാർട്ടിയിലെ എല്ലാ സമുദായക്കാരും ഉണ്ട്. ദളിത് വിഭാഗങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞ വളരെ പ്രസക്തമായൊരു വിമർശനമുണ്ട്. ഒരു RSS എന്ന് പറയുന്ന പോലെ മുസ്ലിം സമുദായത്തിനിടയിൽ RSS ആണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ നയം മാറ്റിയാൽ RSS-നെ സ്വീകരിക്കും. RSS ഞങ്ങൾ തൽക്കാലത്തേക്ക്
ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ഐഡിയോളജി മാറ്റിവെക്കുകയാണ് എന്ന് പറഞ്ഞ RSS ഒരിക്കലും അവരുടെ തുടക്കം മുതൽക്ക് ഇന്ന് വരെ അവർ രാജ്യത്തിൻ്റെ ഭരണഘടനയൊക്കെ അംഗീകരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഇലക്ഷൻ മത്സരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടായില്ല, അവരുടെ ഒരു സങ്കുചിത മനസ്ഥിതിയാണ്. ഇപ്പോൾ തന്നെ അറിയാം, ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് അവർ എടുത്തിരിക്കുന്നു. കേരളത്തിന് പുറത്ത് ക്രൈസ്തവർക്കെതിരായിട്ടും സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മുന്നോക്ക വോട്ടിൻ്റെ കൂടെ അല്ല ഹിന്ദു വോട്ടിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വോട്ടും കൂടി ഉണ്ടെങ്കിൽ ജയിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ക്രൈസ്തവരോട് ഇവിടെ സ്നേഹം കാണിക്കുന്നത്. പക്ഷേ മണിപ്പൂർ അതില്ല, ഒഡീസയിലില്ല, ജബൽപൂരിലില്ല. അപ്പോൾ RSSൻ്റെ സമീപനം എന്ന് പറയുന്നത് ഇപ്പോഴും അവർ ഹിന്ദു രാഷ്ട്രം എന്നാണ് അവരുടെ മനസ്സ്. പക്ഷേ അതേ സമയത്ത് അവർക്ക് സവർണ ചിന്താഗതികളുണ്ട്. ഈ വെൽഫെയർ പാർട്ടി PDPയുടെയും രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ നിലമ്പൂരിൽ ചർച്ച. PDP LDFിനെ പിന്തുണയ്ക്കുന്നു, വെൽഫെയർ പാർട്ടി UDFിനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഇത് പരസ്പരം ആരോപിക്കുന്നത് PDP വർഗീയ പാർട്ടിയാണെന്ന് UDFും തിരിച്ച് വെൽഫെയർ പാർട്ടി വർഗീയ പാർട്ടിയാണെന്ന്. ഇതിൽ ആരാണ് വർഗീയ പാർട്ടി? PDPനെ അങ്ങനെ ഞങ്ങളൊരു വർഗീയ പാർട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല. മുമ്പ് മദനിയുടെ പ്രസംഗം വളരെ പ്രകോപനപരമായിട്ടുണ്ടായിരുന്നു. അന്ന് അവർ ഏറ്റവും കൂടുതൽ എതിർത്ത കോൺഗ്രസിനെയാണ്. മദനിയുടെ അന്നത്തെ പ്രസംഗം അന്ന് കരുണാകരൻ സർക്കാരിനെതിരായിട്ടും കേന്ദ്ര സർക്കാരിനെതിരായിട്ടായിരുന്നു പ്രചരണം മുഴുവൻ. ഇപ്പോൾ ഒറ്റപ്പാലം ബൈ ഇലക്ഷൻ ഉണ്ടായി. അന്ന് ഈ തീവ്ര പ്രസംഗം നടത്തുന്ന മദനി പരസ്യമായിട്ട് LDFിനെ സഹായിച്ചു. ഗുരുവായൂർ വന്നപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥിനെ നിർത്തി, എതിർത്ത മുഴുവൻ UDFിനെ. അപ്പോൾ പക്ഷേ അത് കഴിഞ്ഞ് മദനീനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിച്ചുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് നീതി നിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ അന്ന് സംസ്ഥാനത്ത് LDF സർക്കാർ കൊണ്ടുവന്ന പ്രമേയം നിയമസഭയിൽ ഞങ്ങളും കൂടെ ചേർന്ന് യുനാനിമസ് ആയിട്ട് പാസ്സാക്കി കൊടുത്തു. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് LDFിനോടൊപ്പമാണ്. ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്തുകൊണ്ട് PDP കൊടുത്തു എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ പറ്റി പറയുമ്പോൾ ഇവരുടെ പഴയ നിലപാട് എന്തായെന്ന് ഞങ്ങൾ ചോദിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. ഈ നിലമ്പൂരിൽ ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമാണല്ലോ. ഇപ്പോൾ പാർട്ടിക്കാണെങ്കിൽ കേരള കോൺഗ്രസ് മുന്നണി വിട്ട ശേഷം ക്രൈസ്തവർ കുറച്ച് അകലം പാലിക്കുന്നതും തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് KPCC പ്രസിഡന്റിനെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നിന്ന് കൊണ്ടുവരുന്നത്. അത് ഗുണം ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അത് എന്തായാലും ഈ കമ്മ്യൂണിറ്റിയിൽ വിടവുണ്ടാക്കാനാണ് ഇപ്പോൾ BJP നോക്കുന്നത്. ഇപ്പോൾ BJPയുടെ കാൻഡിഡേറ്റ് അദ്ദേഹം എല്ലാ കേരള കോൺഗ്രസിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ലിസ്റ്റിലില്ല. കഴിഞ്ഞ തവണ ഇവിടെ ലോക്സഭയിൽ നിന്ന് നവ്യ ഹരിദാസ് ഏതാണ്ട് 17,000-ൽ പരം വോട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റിനെ നിർത്തുന്നതിന് പകരം മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാളെ നിർത്തി. ഇപ്പം അവരെ വർക്ക് മുഴുവൻ ക്രിസ്ത്യൻ ബെൽറ്റിലാണ്. നിങ്ങളുടെ സമുദായത്തിലെ ഒരാളെ ആക്കിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. അതേ സമയത്ത് ഇവരുടെ പരമ്പരാഗത വോട്ട് ഇവർക്ക് കുറച്ച് വോട്ട് കൂടി ഉണ്ടല്ലോ, ഒരു 10,000 വോട്ടുണ്ട് ഇവരുടെ. ആ വോട്ടിലേക്കൊന്നും ഇവർ കണ്ണുവെക്കുന്നില്ല. ഒരിടത്തും പൊതുവായിട്ട് സ്ക്വാഡ് പ്രവർത്തനമില്ല. ഞാൻ ഇന്നലെ സ്ഥാനാർത്ഥി പര്യടനം കണ്ടു മുത്തേടം പഞ്ചായത്തിൽ. അവിടെ വളരെ ശുഷ്കമാണ്, ആരുമില്ല. സ്ഥാനാർത്ഥിയുണ്ട്, വണ്ടിയിൽ 2 പേരുണ്ട്, മുമ്പ് അനൗൺസ്മെൻ്റ് ഉണ്ട്. അതല്ലാതെ ഒരു സ്വീകരണ പോയിന്റ് പോലും അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. ആർക്കാ ഗുണം ചെയ്യുക? അങ്ങനെ ഒരു നിശബ്ദത. അത് LDFിനുള്ള ഒരു വോട്ടാണ്, അത് മാറും. അത് LDFിനാണ്. പക്ഷേ അത് ഞങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷെ അവർ ക്രിസ്ത്യൻ വോട്ട് പിടിച്ചാൽ അത് UDFിനല്ലേ ബാധിക്കും? അങ്ങനെ വോട്ട് പിടിക്കാനവർക്ക് കഴിയില്ല. അവരെന്തൊക്കെ പ്രചരണം നടത്തിയാലും അങ്ങനെ വോട്ട് പിടിക്കാൻ അവർക്ക് കഴിയില്ല. ഈ മുനമ്പം വിഷയം സജീവമാക്കുകയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ക്രൈസ്തവ സമൂഹത്തിന് ഒപ്പമുണ്ടെന്ന ഒരു സന്ദേശം നൽകുക കൂടിയല്ലേ BJP ചെയ്യുന്നത്? അല്ല, അവരെന്ത് ചെയ്താലും അവർ കേരളത്തിന് പുറത്ത് നടത്തുന്ന അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അറിയാവുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം. തൃശ്ശൂർ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വോട്ടിൽ കുറച്ച് ചോർച്ചയുണ്ടായത്. എന്നാൽ 19 നിയോജകമണ്ഡലങ്ങൾ അതുണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ കോട്ടയത്ത് ജയിക്കില്ലല്ലോ. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയിലൊക്കെ UDF ജയിച്ചത് ക്രൈസ്തവ സമൂഹം ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ്. പക്ഷേ തൃശ്ശൂരിൽ മാത്രം അതിലൊരു വിള്ളലുണ്ടായി, ചെറിയൊരു വോട്ട് പോയി. പക്ഷേ ആ ചെറിയ വോട്ടും കോൺഗ്രസിന് ക്ഷീണമാണ്. അതുകൊണ്ട് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഇനിയൊരു കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മുനമ്പ വിഷയത്തിൽ കുറച്ചൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കിരൺ റിജുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടെ ആ തെറ്റിദ്ധാരണ അവർക്ക് മാറിയിട്ടുണ്ട്.
നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണോ, സർക്കാരിനെതിരെയുള്ള ഒരു വോട്ടാണോ UDF ലക്ഷ്യമിടുന്നത്? തീർച്ചയായിട്ടും സർക്കാർ വിരുദ്ധ വോട്ട് തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നാളെ ആശാ വർക്കേഴ്സ് ഇവിടെ വരുന്നുണ്ട്. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം. സത്യത്തിൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഈ ചില അധികാരങ്ങൾ പ്രയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ, അക്രമകാരികളായിട്ടുള്ള മൃഗങ്ങളെ വെടിവെക്കാം. ആ വെടിവെക്കാനുള്ള അവകാശം പോലും ഇവർ വിനിയോഗിക്കുന്നില്ല. ഇപ്പോൾ 72 വന്യജീവി ആക്ട് എന്ന് പറയുന്ന അന്നത്തെ സാഹചര്യം വ്യത്യസ്തമായി. അന്നൊക്കെ ഈ ഭാഗത്തൊക്കെ ഈ വെടിയിറച്ചി ഒരു പ്രധാന ഘടകമായിരുന്നു ഭക്ഷണത്തിൽ. കാട്ടിലേക്ക് തോക്ക് കൊടുത്തു പോകും, എന്നിട്ട് മൃഗങ്ങളെ വെടിയിച്ചു കൊണ്ടുപോകും. അത് മിക്കവാറും കാട്ടുപന്നീനെ വെടിയിച്ചു കൊണ്ടുപോകാം, പിന്നെ മാനിനെ ഇത് വെടിയിച്ച് കൊല്ലാറുണ്ട് മുമ്പ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ മൃഗങ്ങൾക്ക് വംശനാശം ഉണ്ടാവാൻ തുടങ്ങി കേരളത്തിൽ. അപ്പോഴാണ് ആ വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ആക്ട് കൊണ്ടുവന്നത്. പക്ഷേ അതിനിപ്പോൾ പ്രസക്തിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ മൃഗങ്ങൾ പെറ്റുവരിക. ഇപ്പോൾ KPCCക്ക് പുതിയ നേതൃത്വം വന്നു, ഒരു തലമുറ മാറ്റത്തിന്റെ സ്വഭാവത്തിലാണ്. അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സംഘടനയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്നാണ്? തീർച്ചയായിട്ടും ഒരു പുതിയ ടീം വന്നല്ലോ, അത് നല്ലതാണ്. എന്നാൽ പഴയ ആളുകളെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ടീം വർക്ക് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്നെ കണ്ടു കാണും, ആരും മാറി നിൽക്കുന്നില്ല, ആരും കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കുന്നില്ല. എല്ലാവരും തുടക്കം മുതൽക്ക് തന്നെ ഇവിടെയുണ്ട്. പക്ഷെ ആ ഒരു തലമുറ മാറ്റം എവിടെയെങ്കിലും ഒരു പക്വതക്കുറവ് ഫീൽ ചെയ്തു? ഇപ്പൊ ഈ അൻവറിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ എവിടെയെങ്കിലും ഒരു പക്വതക്കുറവ്, ചില എടുത്തിയാട്ടമൊക്കെ ഉണ്ടായോ? ഇല്ല, അങ്ങനെ എടുത്തിയാട്ടം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ, ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആര്യാൺ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ദഹിക്കാത്തൊരു ഇഷ്യൂ ആണ് സത്യത്തിൽ ഇതിൻ്റെ പുറകിൽ. അതിൽ അൻവർ കുറച്ചുകൂടെ ഒരു വിശാല മനസ്കത കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നല്ല ഭാവി ഉണ്ടാവുമായിരുന്നു. കാരണം ഞങ്ങളുടെ അസോസിയേറ്റ് അംഗത്വം എന്ന് പറഞ്ഞാൽ അൻവർ മാത്രമായിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ ഫുൾ അംഗത്വം കൊടുക്കും. അൻവർ പാർട്ടി ഉണ്ടാക്കിയെന്നാൽ കൊടുക്കും. ഇത് ഈ തൃണമൂലിനെ അങ്ങനെ അങ്ങ് നമ്പാൻ പറ്റില്ല. പ്രത്യേകിച്ച് മമത എപ്പോഴാണ് സ്റ്റാൻഡ് മാറുക എന്നറിയില്ല. പക്ഷെ അൻവർ ആര്യട ഷൗക്കത്തിനെതിരെ പറഞ്ഞ ശേഷവും ഒരു 2 ദിവസത്തെ സമയം കോൺഗ്രസിന് കൊടുത്തു. ആ സമയത്ത് കോൺഗ്രസ് ഒരു മിതത്വം പാലിച്ച് കുറച്ച് വാശിയൊക്കെ വിട്ട് ഒന്ന് ഇളവിന് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് സാഹചര്യം കോൺഗ്രസിനെ പോലത്തെ ഒരു അഖിലേന്ത്യാ പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ആ തീരുമാനം ഒരു വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റുമോ? പിന്നെ കോൺഗ്രസിൻ്റെ പ്രസക്തി എന്താ? നിങ്ങൾ തന്നെ ചോദിക്കില്ലേ ഇതെന്ത് പാർട്ടിയാണ്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അൻവർ ഒന്ന് ശാന്തമാവുക. അപ്പോൾ രാഷ്ട്രീയത്തിൽ എടുത്തിയാടിയിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹം ഒന്ന് ശാന്തമായി UDFൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എന്താണെങ്കിലും ഷൗക്കത്ത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നെങ്കിൽ 10-25,000 വോട്ട് UDF ജയിക്കും. അൻവറിന് അസോസിയേറ്റ് അംഗത്വം കൊടുക്കും. അടുത്ത അസംബ്ലിയിൽ സ്വാഭാവികമായിട്ടും സീറ്റ് കൊടുക്കേണ്ടി വരും, അത് കൊടുക്കും. 9 വർഷമായി ജനപ്രതിനിധിയാണ് നിലമ്പൂരിൽ PV അൻവർ. സ്വാഭാവികമായും PV അൻവർ UDFനൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വിജയം എളുപ്പമായിരുന്നു എന്നൊരു ചിന്ത. അല്ല, അൻവറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രചരണത്തിന് പിന്നെ ഒരു എതിർ ശബ്ദം ഉണ്ടാവില്ല. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിണറായിസത്തിനെതിരായിട്ട് പകുതി അൻവർ പറയുന്നതാണ്. പക്ഷേ ജനത്തിന് വോട്ട് ചെയ്യുമ്പോൾ ജനം UDFനെ വോട്ട് ചെയ്യും. ഈ പഴയ പ്രസംഗങ്ങളൊക്കെ പറയുമ്പോഴേ ഇപ്പൊ LDFന്റെ പ്രചരണത്തിൽ അവരുപയോഗിക്കുന്ന പഴയ പ്രസംഗങ്ങളുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ലീഗിനെതിരെ പറഞ്ഞു, ലീഗിലെ ചില ആൾക്കാർ ആര്യാടൻ മുഹമ്മദിനെതിരെ പറഞ്ഞത്, ആര്യാടൻ മുഹമ്മദ് ലീഗിനെതിരെ പറഞ്ഞു. അങ്ങനെ ആ പഴയ പ്രസംഗങ്ങളൊക്കെ ഈ LDFന്റെ പ്രചരണായുധങ്ങളാണ് ശരി. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ TK ഹംസ ഞങ്ങളുടെ DCC പ്രസിഡന്റ് ആയിരുന്നു 82 വരെ. അതെ, അന്ന് അദ്ദേഹം CPMനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാലത്തെ അന്ന് ഇതുപോലെ ചാനലൊന്നും ഇല്ലാത്ത കാലമാണ്. AKG നിരാഹാരം കിടന്നപ്പോൾ ഇതേ ഹംസ പറഞ്ഞിട്ടില്ലേ, നിരാഹാരം 7 ദിവസം പട്ടിണി കിടന്നിട്ടും എന്നിട്ടും ചാവാത്ത എന്തേ നീ കോവാല എന്ന് ചോദിച്ചാൽ അത് പിന്നീട് അച്യുതാനന്ദൻ പറഞ്ഞു. കാരണം എന്താ അച്യുതാനന്ദനിട്ട് തോണ്ടാൻ പോയി. അപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ഒരു വലിയ കാര്യം അറിയുന്നത്. അപ്പോൾ അതൊക്കെ അത് അന്നത്തെ സാഹചര്യം. അന്ന് ഹംസ കോൺഗ്രസ്സുകാരനായിരുന്നു, വിമർശിച്ചു CPMനെ. അതന്ന് ചെയ്യേണ്ട കാര്യമാണ്. പിന്നീട് ഹംസ LDFൽ പോയി, CPMൽ പോയി, ഇപ്പോൾ കോൺഗ്രസിനും ലീഗിനും അദ്ദേഹം വിമർശിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ നയം. അപ്പോൾ ഞാൻ പറയുന്നത് പഴയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ പഴയത് വെറും പഴയതായി മാറിയോ, അല്ലെങ്കിൽ ഇപ്പോഴും ലീഗുകാർക്കുള്ളിൽ ആര്യാടന്റെ അല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം കാലം മാറിയല്ലോ. അന്നത്തെ ഒരു വിരോധത്തിൽ ഇന്നെന്താ പ്രസക്തി? ഞാൻ ആര്യാടൻ മുഹമ്മദ് ലീഗിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഇവിടുത്തെ ലീഗുകാരിൽ ആര്യാടൻ വോട്ട് ചെയ്തുകൊണ്ടല്ലേ ആര്യാടൻ ജയിച്ചത്. ആര്യാടൻ ഇവിടെ 2011 വരെ ജയിച്ചത് ലീഗിൻ്റെ കൂടെ വോട്ട് കിട്ടിയിട്ടല്ലേ. ലീഗുകാർക്കറിയാം
ഞങ്ങളെയും തോണ്ടും എന്നറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആരെയാണ് വോട്ട് ചെയ്തത്? കാരണം മുന്നണിയാണ്. ഈ നിലമ്പൂരിൽ നിന്നാണ് മുന്നണി തുടങ്ങിയത്. അത് ചരിത്രമുണ്ട് ഈ നിലമ്പൂരിന് 969. ഈ ഇനി അങ്ങോട്ടുള്ള സമയം ഒന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ പുതുതലമുറ നേതാക്കളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളാണ് അവരുടെ ഒരു പ്രചാരണ ഇടമാക്കി കാണുന്നത്. അപ്പോൾ ശരിക്ക് നേരത്തെയൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പൊതുപ്രവർത്തനം നടത്തിയാണ്. അപ്പോൾ ഒന്നുകൂടെ കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട സമയമല്ലേ ഇത്? തീർച്ചയായിട്ടും ഈ വാട്സപ്പ് യൂട്യൂബ് കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല. നമ്മൾ താഴെ തട്ടിലേക്ക് ഇറങ്ങണം. ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം ഉണ്ടാവണം. ഇപ്പം ഞാനൊക്കെ എന്ത് തിരക്കുണ്ടെങ്കിലും ജനപ്രതിനിധിയായിരുന്ന സന്ദർഭത്തിൽ ഞാൻ MLA-യും MP-യുമായ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊന്നും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോഴാണല്ലോ ചില സ്ഥലത്ത് തോൽവി ഉണ്ടായി. നേരെ മറിച്ച് നിന്ന സ്ഥലത്ത് തന്നെ ഞാൻ നിന്നാൽ എനിക്ക് ഇപ്പോഴും ആ വോട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ MP MLA ആയി കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കാറില്ല. എന്നെ സമീപിക്കുന്നവരെയൊക്കെ എൻ്റെ ജനങ്ങളായിട്ടേ ഞാൻ കാണും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ വന്നിട്ടുള്ള ഒരു മാറ്റമായിട്ട് അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതായത് വാട്സപ്പ് സെൽഫി എടുക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പം തന്നെ നമ്മളൊരു യോഗത്തിൽ ചെന്നാൽ എത്ര നമുക്ക് തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ മിസ്സാവേണ്ട നേരമായിട്ട് ട്രെയിൻ മിസ്സായി പോകും. എന്നാലും ഒരു യോഗത്തിന് പോയാൽ അരമണിക്കൂറെങ്കിലും സെൽഫിക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അത് സെൽഫി എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം കൂടെ നോക്കണ്ടേ. ഈ ഭരണമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ LDF വിമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഭരണം മാറി ആരായിരിക്കും മുഖ്യമന്ത്രി? കോൺഗ്രസിൽ ഒരു 1/2 ഡസനോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് സാധാരണ രീതിയിൽ നിലവിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ ഫേസ് ചെയ്യുക. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ MLA-മാരുടെ അഭിപ്രായം കൂടെ ആരായി? കേരളത്തിൽ ഇപ്പോൾ നോക്കിയാൽ പ്രതിപക്ഷ നേതാവുണ്ട്. ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് സീനിയോറിറ്റി ഉള്ള രമേശ് ചെന്നിത്തലയുണ്ട്. കേന്ദ്രത്തിൽ AICC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലുണ്ട്. K. സുധാകരൻ നേരത്തെ KPC പ്രസിഡന്റ്. പല പേരുകൾ പറയുന്നുണ്ട്, താങ്കളുടെ പേര് ഉൾപ്പെടെ. അല്ല, അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് എടുത്ത നിലപാട്, ഇപ്പം കഴിഞ്ഞ ഹരിയാനയിൽ ഉൾപ്പെടെ ലോക്സഭാ അംഗങ്ങൾ കഴിയുന്നതും അസംബ്ലിയിലേക്കുള്ള മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് തീരുമാനം. പിന്നെ ഞാൻ നിയമത്ത് മത്സരിച്ച് നിയമം എന്നുള്ള സീറ്റായതുകൊണ്ടാണ്, അതൊരു വിജയസാധ്യത ഒട്ടുമില്ലാത്ത സീറ്റിൽ BJP-യുടെ സിറ്റിംഗ് സീറ്റ് അവിടെ മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ ആരെങ്കിലും വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മത്സരിച്ചത്. അത് പ്രത്യേക സാഹചര്യമാണ്. അതേസമയം മറ്റ് MP-മാരും മത്സരിച്ചില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഈ പറയുന്ന പേരുകാർ, ഇപ്പോൾ KC വേണുഗോപാലാണെങ്കിലും K. സുധാകരനാണെങ്കിലും ഇവരൊക്കെ MP-മാരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. പിന്നെ നിയമസഭയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരെ മുഖ്യമന്ത്രിയാക്കണമെങ്കിലും ഇത് സംബന്ധിച്ചൊരു ചർച്ച MLA-മാരുടെ ഇടയിൽ നടക്കണം, പാർട്ടിക്കുള്ളിൽ നടക്കണം. അതുകൊണ്ട് അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. നേരത്തെ ആണെങ്കിൽ പാർട്ടിയിൽ A കോൺഗ്രസ്, അതുപോലെ I വിഭാഗം, ഇങ്ങനെ 2 ഗ്രൂപ്പാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ പക്ഷെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയിട്ടുണ്ടോ? അല്ല, ഗ്രൂപ്പ് സമവാക്യം എന്ന് ഞാൻ പറഞ്ഞ പഴയ ഗ്രൂപ്പിന് ഇപ്പോൾ പ്രസക്തി, ജനത്തിന് ഗ്രൂപ്പ് ഇഷ്ടമല്ല, കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല. കാരണം 9 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുക, ഉള്ള അടിയും ഇതെല്ലാം കൊണ്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇനി ഗ്രൂപ്പ് കളിക്കാൻ ആരും കിട്ടില്ല. പിന്നെ ചിലർ സ്വന്തം നിലയ്ക്ക് അങ്ങ് ആക്കുകയാണ് ഇന്ന ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ നേതാവെന്ന് പറയുന്നവർ ആ ഗ്രൂപ്പിനെ തള്ളി പറയാം. അതെ, പഴയ ഗ്രൂപ്പ് ഇല്ല, ഇപ്പോൾ പഴയ I ഗ്രൂപ്പും ഇല്ല, പഴയ ഗ്രൂപ്പ് ഒന്നും നിലവിലില്ല. ഈ പുതിയ ഗ്രൂപ്പുകളിലൊന്നും താങ്കൾ പെടുന്നില്ല എന്നുള്ളത് കൂടി ഉണ്ട്. അല്ല, അതിനൊക്കെ ഒരു കാര്യമില്ല. എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്താ? ഈ മത്സരത്തിൽ നിന്ന് തന്നെ, അതായത് മത്സരം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി ആവുക, നേതാവാകുക എന്നുള്ള ഒരു മത്സരം ഉണ്ടല്ലോ, ആ മത്സരത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുക എന്നുള്ളതാണ് താങ്കൾ സ്വീകരിക്കുന്നത്. അതെ, ഞാനിപ്പോൾ അസംബ്ലിയിൽ മത്സരിക്കുന്ന കാര്യം പോലും ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തൃശ്ശൂരിലേക്ക് മാറേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ എപ്പോഴും അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വിവരം നമുക്കുണ്ടാവണം. അല്ലാതെ എടുത്ത് ചാടി പോയിട്ട് ക്ഷീണം പറ്റിയിട്ട് പിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യം. ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ പരാജയം ഉണ്ടായി അന്ന് ഞാൻ പറഞ്ഞതെന്താ, ഈ പരാജയത്തിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, കുറ്റവാളി ഞാൻ തന്നെയാണ്. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചില്ല. അവിടെ ചെന്നപ്പോഴാണല്ലോ അറിയുന്ന 52,000 വോട്ട് BJP ചേർത്തു, പിന്നെ കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നില്ല എന്നൊക്കെയുള്ള അവിടെ ചെന്നിട്ടാണ് ഞാൻ അറിയുന്നത്. അതൊരു ചതിയായിപ്പോയി. അത് ചതി പറ്റി.
ഇപ്പൊ പലതവണ പരാതി പറഞ്ഞിട്ടും താങ്കൾ പാർട്ടിക്കൊപ്പം കട്ടക്ക് നിൽക്കുക, പുതിയ ഭാഷയിൽ പറഞ്ഞു. അങ്ങനെ കട്ടക്ക് നിൽക്കുമ്പോൾ തിരിച്ചൊരു പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നി. അല്ല, അത് കിട്ടിയിട്ടില്ലല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഈ പാർട്ടിക്കാരൻ എനിക്ക് കിട്ടിയ സ്ഥാനങ്ങളും കൂടെ നോക്കണ്ടേ. ഇപ്പോൾ ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത കുറേ പോസ്റ്റ് ഇപ്പം എനിക്കുണ്ടല്ലോ. മുൻ MLA, മുൻ MP, മുൻ KPC പ്രസിഡന്റ്, മുൻ മന്ത്രി, ഇതൊക്കെ തന്ന പാർട്ടിയല്ലേ. ഇപ്പോൾ ട്രെയിൻ യാത്ര സൗജന്യമാണ്. എന്താ കാരണം? പാർട്ടി എനിക്ക് സീറ്റ് തന്നു, ഞാൻ ജയിച്ച MP ആയതുകൊണ്ടല്ലേ ഈ സൗകര്യങ്ങൾ കിട്ടുന്നത്. നേതാക്കളെ വേണ്ട വിധത്തിൽ നേതൃത്വം ഉപയോഗിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? അല്ല, കഴിവുള്ളവർ ഉപയോഗിക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം പാർട്ടി ശക്തിപ്പെടണമെങ്കിൽ അങ്ങനെയുള്ളവരെ, കഴിവുള്ളവരെ ഉപയോഗപ്പെടുത്തണം. അതല്ലാതെ നമ്മൾ മാറ്റി നിർത്തിയാൽ അത് പാർട്ടിക്കാ ക്ഷീണം. അങ്ങനെ ഒരു പരാതി ശശി തരൂരും ഉന്നയിച്ചിരുന്നു. അല്ല, ഞാൻ അതാണല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയത്തിലൊക്കെ അദ്ദേഹം ചെയ്ത തീരുമാനം ശരിയല്ല എന്നാണ് എൻ്റെ പറയുന്നത്. പക്ഷേ അതിന് പരിഹാരമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന് പാർട്ടി വിടണമെന്ന് ഇപ്പോഴും ഇല്ല. അദ്ദേഹത്തിന് പാർട്ടിയോട് സ്നേഹമുള്ള ആളുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ച് പരിഹാരം ഉണ്ടാക്കണം. ഞാൻ അതാ പറയുന്നത്. ഒരാളെയും പറഞ്ഞു വിടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. നിലമ്പൂർ ഒരു സൂചനയായിരിക്കും. നിലമ്പൂരിൽ UDF ജയിച്ചാൽ ഭരണമാറ്റമെന്നും നിലമ്പൂരിൽ LDF ജയിച്ചാൽ തുടർ ഭരണമെന്നും നമുക്ക് വിലയിരുത്താൻ പറ്റും. അതല്ല, നമ്മളിപ്പോൾ നിലമ്പൂർ ജയിച്ചുകൊണ്ട് തുടർ ഭരണത്തിലേക്ക് ഇനി അധ്വാനിക്കാനുണ്ട്. അധ്വാനം വേണം. കാരണം 2010 ആദ്യമായിട്ടാണ് പഞ്ചായത്തിൽ ഇത്രയേറെ പഞ്ചായത്ത് UDF ജയിച്ചത്. 2009 20 16 ലോക്സഭാ സീറ്റ് ജയിച്ചു. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു UDFന് ഒരു 100 സീറ്റെങ്കിലും കിട്ടും. പക്ഷെ എന്തായി സ്ഥിതി? 72ലേക്ക് എത്താൻ മുക്കി മൂടിയിട്ടാണ് എത്തിയത്. അത് നമ്മുടെ മുമ്പിൽ പാടാണ്. ഉപതെരഞ്ഞെടുപ്പുകളോ മറ്റോ ഒന്നും ഒരു വിജയത്തിന് വേണ്ടിയുള്ള ഒരു ഇതായിട്ട് നമ്മൾ കാണരുത്. പക്ഷേ ഒരു സൂചന, ജനം തയ്യാറാണ്. ജനം നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കുന്നു. നിലമ്പൂർ ജയിച്ചു കഴിഞ്ഞാൽ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതെങ്ങനെ, ഇനി എന്തൊക്കെ അതിൽ പ്രവർത്തിക്കാനുണ്ട്, അതുകൂടെ ചെയ്യാം. താങ്കൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, നിലമ്പൂരിൽ ഉണ്ടാവും. ഞാൻ ഇവിടെ ഉണ്ടാവും. നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി. ശരി, നമസ്കാരം.